ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലാസ്റ്റേഴ്സ് സെൻട്രൽ. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നൈജീരിയൻ താരമായ ജസ്റ്റിൻ ഇമ്മാനുവേലിന്റെ ന്യൂസിനെ പറ്റി നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നൈജീരിയൻ താരമായ ജസ്റ്റിൻ ഇമ്മാനുവേലിന് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നല്ലോ. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റിന് 2 ആഴ്ചയോളം പുറത്തിരിക്കുമെന്നാണ് ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞത്. കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ ഒരു അസിസ്റ്റ് നൽകാൻ ജസ്റ്റിൻ ആയിരുന്നു. അതിനുശേഷമാണ് ജസ്റ്റിന് പരിക്കുപറ്റി പുറത്തുപോയത്. ജസ്റ്റിൻ ഇനി ഈ സീസണിൽ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ ക്വാമെ പെപ്പർ പരിക്കേറ്റ് പോയപ്പോഴായിരുന്നു ലോണിലെത്തിയ ജസ്റ്റിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിച്ചത്. അതുവരെ ഗോകുലം കേരളയിലായിരുന്നു ജസ്റ്റിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. 20 വയസ്സായ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6 മത്സരങ്ങളിൽ നിന്ന് ഒരു അസിസ്റ്റ് നേടാൻ ജസ്റ്റിൻ ഇമ്മാനുവേലിന് സാധിച്ചു. അപ്പോൾ ജസ്റ്റിന്റെ ഈ ഒരു ഇഞ്ചുറി കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് കമന്റായി ഇടുക. അടുത്തൊരു വാർത്ത നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാളിഫിക്കേഷനെ പറ്റിയുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഒഡീഷ FC പഞ്ചാബ് മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ പരാജയപ്പെടുത്തിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് യോഗ്യത നേടി. 3 മത്സരങ്ങൾ ശേഷിക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യോഗ്യത ഉറപ്പിച്ചത്. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ 6-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഒഡീഷയ്ക്ക് 20 മത്സരങ്ങളിൽ നിന്ന് 39 പോയിന്റാണ് ഉള്ളത്. പഞ്ചാബിന് 21 പോയിന്റും കേരള ബ്ലാസ്റ്റേഴ്സിന് 30 പോയിന്റുമാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുറകിലുള്ള ആർക്കും ഇനി 30-ന് മുകളിൽ പോയിന്റ് നേടാനാകില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയി. ഇവാൻ വുക്കോമനോവിച്ചിന് ഇതൊരു ചരിത്ര നേട്ടമാണ്. 3 സീസണിൽ അടുപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫ് കളിപ്പിക്കുന്ന ഏക കോച്ചാണ് ഇവാൻ വുക്കോമനോവിച്ച്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം ഉയർത്താൻ സാധിക്കുമെന്ന് കമന്റ് ഇടുക. മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം.